ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈയിടെ കേട്ട മനോഹരമായ ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു: ഓരോ കഥയും കൂടുതൽ മനോഹരമാക്കുന്നത് കഥയിലെ അവസാനത്തെ ട്വിസ്റ്റാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന മകന് സ്നേഹനിധിയായ അപ്പൻ ഒരു കത്തെഴുതി. മോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കപ്പ കൃഷി ചെയ്യാമായിരുന്നു. അപ്പന് വയ്യാത്തത് കൊണ്ട് കൃഷി ചെയ്യാൻ പോയിട്ട് തൂമ്പ പിടിക്കാൻ പോലും ആവുന്നില്ല. മറുപടിയായി മകൻ അപ്പന് കത്തെഴുതി: എന്റെ പൊന്നപ്പം, മണ്ടത്തരം കാണിക്കല്ലേ. കൃഷിയുടെ സ്ഥലത്താണ് ഞാൻ മോഷ്ടിച്ച മുഴുവൻ പണവും സൂക്ഷിച്ചിരിക്കുന്നത്. കത്ത് വായിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ കൃഷിസ്ഥലം മുഴുവനും ഉഴുതുമറിക്കുകയും പക്ഷേ അവർക്ക് ഒന്നും കിട്ടിയില്ല. പിന്നീട് മകൻ അപ്പന് വീണ്ടും ഒരു കത്തെഴുതുന്നുണ്ട്: അപ്പ, എനിക്ക് ഈ ജയിലിൽ നിന്ന് ചെയ്തു തരാവുന്നത് ഞാൻ ചെയ്തു തന്നു. അപ്പനിനി സന്തോഷപൂർവ്വം കൃഷി ചെയ്തു കൊള്ളുക. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സക്കറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിലെ ദൈവിക ഇടപെടലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.